الحمد لله الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لم تقولون ما لا تفعلون كبر مقتا عند الله أن تقولوا ما لا تفعلون. إن الله يحب الذين يقاتلون في سبيله صفا كأنهم بنيان مرصوص. صدق الله العظيم. അള്ളാഹുവിൻ്റെ ദീനിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികളെ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും മുറുകെ പിടിച്ച് തഖ്വയോടുകൂടി ജീവിക്കുകയും അള്ളാഹുവിൻ്റെ പ്രീതി, അതായത് ശാശ്വതമായ സ്വർഗത്തിലെ തന്നെ മഹോന്നതമായ പദവി, അവിടെയാണ് പ്രവാചകന്മാരും സലഫുസ് സാലിഹുകളും ഒക്കെ ഉണ്ടാകും. ആ മഹോന്നതമായ പദവി തന്നെ നേടിയെടുക്കണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മയും നമ്മുടെ കുടുംബത്തെയും സ്വർഗത്തിൽ കൃത്യമായി തന്നെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹാ സൗഭാഗ്യവാന്മാരുടെയും സൗഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ ദീന് എന്ന് പറയുന്നത് അള്ളാഹു ആകാശ ലോകത്തു നിന്ന് ഭൂമിയിലേക്ക് ഇട്ട ഒരു കയറാണ്, ഒരു പാശമാണ്. അള്ളാഹു സുബ്ഹാനഹു തആല വ്യക്തമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു, വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമിഅ. അള്ളാഹു ഭൂമിയിലേക്ക് ഇട്ട അള്ളാഹുവിൻ്റെ ഈ പാശത്തെ നിങ്ങൾ സംഘടിതമായി തന്നെ മുറുകെ പിടിക്കണം. ഇത് വ്യക്തമായി തന്നെ മനുഷ്യകുലത്തോട് മുഴുവനും പറഞ്ഞ കാര്യമാണ്. വിശ്വാസികളാവണമെങ്കിൽ ഈ സംഘടിത സംവിധാനത്തോടുകൂടി അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കുക എന്ന് പറയുന്നത് മുസ്ലിം ആവാതെയും മുസ്ലിം ആയിട്ടും മരിച്ചു പോവാൻ കാരണമാകുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മളോട് ഉണർത്തുന്ന ഖുതുബയിലൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അള്ളാഹുവിൻ്റെ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട വിധം, ഹഖ്ക തുഖാതിഹി, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിക്കണം. നമുക്ക് സൗകര്യമുള്ളത് പോലെ എന്നതല്ല. എങ്ങനെയാണോ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത് അപ്രകാരം തന്നെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ മുസ്ലിം ആയിട്ടില്ലാതെ മരിച്ചു പോകും. ഇല്ലാവാൻതും, നിങ്ങൾ മുസ്ലിം ആയിട്ടില്ലാതെ മരിച്ചു പോകരുത്. അതിന് നിങ്ങൾ ചെയ്യേണ്ട പ്രവർത്തനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത് വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമിഅ.
നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ ജമാഅത്തായിട്ട് അല്ലെങ്കിൽ സംഘടിതമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. അപ്പം ഇത്തരം കാര്യങ്ങൾ, ഗൗരവമുള്ള കാര്യങ്ങൾ ഈ സമൂഹം ലോകതലത്തിൽ തന്നെ അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണം എന്നാ പറഞ്ഞു. വേറെ ഏതെങ്കിലും സംഘത്തിന്റെയോ വേറെ ഏതെങ്കിലും ആശയത്തിന്റെയും പാശത്തെ മുറുകെ പിടിക്കാനല്ല അല്ല പറഞ്ഞത്. അള്ളാഹുവിന്റെ പാശത്തെ സംഘടിച്ച് മുറുകെ പിടിക്കുക എന്ന കാര്യത്തിൽ ഇന്ന് ഈ സമൂഹം, സമുദായവും ലോകതലത്തിൽ തന്നെ വളരെ പുറകിലായതുകൊണ്ടാണ് ഈ ഒരവസ്ഥ. ഇന്ന് കാണുന്ന വല്ല ദുരന്തവും ദുരിതാവസ്ഥയും ഇന്ന് ഈ സമുദായത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇതാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല തന്നെ വ്യക്തമായി പറഞ്ഞതാണല്ലോ, നിങ്ങൾ അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മഹോന്നതരാണ്. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ പൂർണ്ണമായും അള്ളാഹുവിനെ സമർപ്പിച്ച വിശ്വാസികളാണ് എങ്കിൽ നിങ്ങൾ മഹോന്നതരാണ്. അപ്പൊ പൂർണ്ണമായി സമർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അമലു സ്വാലിഹാത്ത് ആരാണ് ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് റബ്ബ് സുബ്ഹാനഹു തആല നൽകിയ അവസരം മാത്രമാണ് ഭൂമുഖത്തുള്ള മനുഷ്യന്റെ ജീവിതം. ആരാണോ അമലു സ്വാലിഹാത്ത് ചെയ്യുന്നത്, ഇത് മാത്രമേ അള്ളാഹുവിനെ അറിയേണ്ടതുള്ളൂ. അമലു സ്വാലിഹ്, അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, അവൻ മൗത്ത് നൽകിയത്. മൗത്താണ് ആദ്യം, അല്ലദീ ഖലഖൽ മൗത എന്നാണ് ആദ്യം പറയുന്നത്, വൽ ഹയാത പിന്നീട് പറയുന്നത്. അപ്പൊ മൗത്ത് നിങ്ങൾക്ക് നൽകി, ഹയാത്ത് നൽകി എന്ന് നൽകിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ആരാണ് ഏറ്റവും നല്ല കർമ്മം, ഏറ്റവും നല്ല ഇഹ്സാനുള്ള കർമ്മം, അൽ ഹയാത്ത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല, ഇഹ്സാൻ എന്ന് പറയുന്നത് ഇഹ്സാനുള്ള ഏറ്റവും സ്വാലിഹായ സൽക്കർമ്മം ചെയ്യുന്നത് ആരാണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് മരണം നൽകിയത്. അതിനു വേണ്ടിയിട്ടാണ് ജീവിതം, നല്ലൊരു മരണവും ജീവിതവും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. അതുകൊണ്ട് അമലു സ്വാലിഹാത്ത് ആരാണ് ചെയ്യുന്നത്? അമലു സ്വാലിഹാത്ത്, ഒരു കാര്യം അമലു സ്വാലിഹാത്ത് ആവണമെങ്കിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന 4 നിബന്ധനകൾ, ഇതെല്ലാ മനുഷ്യർക്കും ബാധകമാണ്. ഈ 4 നിബന്ധന പാലിച്ചുകൊണ്ട്, 4 നിബന്ധന ഏതെങ്കിലും ഒന്നല്ല, പൂർണ്ണമായി അതിനെ പാലിച്ചുകൊണ്ട് ആരെങ്കിലും ഈ ഭൂമുഖത്ത് കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അതാണ് അമലു സ്വാലിഹ് എന്ന് പറയുന്നത്. ആ 4 നിബന്ധന എന്ന് പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിക്കുക, അള്ളാഹ് പറഞ്ഞത് പ്രകാരം കാര്യങ്ങൾ ചെയ്യുക, ഹക്ക തുഖാത്തിഹി. അതുകൊണ്ടാണ് നിങ്ങൾ ഹക്ക തുഖാത്തി എന്ന് പറഞ്ഞ മുസ്ലിമായിട്ടല്ലാതെ മരിച്ചുപോകും എന്ന് പറയാനുള്ള കാരണം. അള്ളാഹുവിനെ എങ്ങനെയൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്, അത് നമ്മളുടെ ബാധ്യതയാണ്, ഓരോരുത്തരുടെയും ബാധ്യതയാണ് അത് അന്വേഷിച്ച് ഉറപ്പുവരുത്തൽ. അതിന് സമയമല്ല എന്ന് പറഞ്ഞ് നമ്മൾ പോയാൽ നമ്മൾ എന്തിനു വേണ്ടി സമയം ചെലവഴിച്ചോ അതൊക്കെ നമുക്ക് നഷ്ടമാണ്. മനുഷ്യന് ജീവിതം തന്നെ നൽകിയത് എന്തിനു വേണ്ടിയിട്ടാണ്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് വേണ്ടി അടിമപ്പണിയെടുക്കാനല്ലാതെ, എനിക്ക് വേണ്ടി അടിമത്വം, അതിന് പൂർണ്ണമായി വിധേയപ്പെട്ട് അടിമ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും. ഒരു അടിമ ഉടമയല്ലല്ലോ അടിമ ഒരിക്കലും. അപ്പൊ അള്ളാഹു എന്തൊക്കെ പറഞ്ഞ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ ഞാൻ ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും സൃഷ്ടിച്ചിട്ടേയില്ല. അതുകൊണ്ടാണ് നമസ്കാരത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നത് ഇന്ന സ്വലാത്തി വനസുക്കി വമഹ്യായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒക്കെ ജീവിതവും മരണവും, ജീവിതം എന്ന് പറഞ്ഞാൽ ജനിച്ച അന്ന് മുതൽ മരണം വരെയുള്ള സമയമാണ് ജീവിതം. വമമാത്തി, മരണവും, അത് അള്ളാഹുവെ നിനക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ്, നിനക്ക് മാത്രം ഉള്ളതാണ്. ഇയ്യാക നഅ്ബുദു എന്ന് പറയാം, നിനക്ക് മാത്രം അടിമത്വം എന്നാണ്, നിനക്ക് മാത്രം ഇയ്യാക നസ്തഈൻ. അങ്ങനെ അടിമത്വം കൊടുത്തു കഴിഞ്ഞാൽ ഇയ്യാക നസ്തഈൻ, അവനോട് നിന്നോട് മാത്രമാണ് പ്രാർത്ഥന. അപ്പൊ 2 തർത്തീബ് അങ്ങനെ അള്ളാഹ് പറഞ്ഞു തന്നിട്ടുണ്ട്. അടിമത്വം പൂർണ്ണമായി വിധേയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, ഇതാണ് ഇസ്ലാമിന്റെ മർമ്മം. അതുകൊണ്ട് ഇതിൽ അനുസരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, ഇതാണ് മർമ്മ, ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ തലം എന്ന് പറയുന്നത്, അതാണ് ഇതിന്റെ അടിത്തറ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൽ അള്ളാഹുവിനെ അനുസരിക്കുവാൻ സാധിക്കണം. അങ്ങനെയുള്ള ഒരാള് അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചിരിക്കണം. അള്ളാഹുവിന്റെ ലക്ഷ്യമാണ്, വേറെ പലരും ലക്ഷ്യമാണെന്ന് പറഞ്ഞാൽ അതിനാണ് ഇസ്ലാമിൽ ശിർക്ക് എന്ന് പറയാം. അങ്ങനെ ലക്ഷ്യം വെക്കാം, സ്വാതന്ത്ര്യമുണ്ട്. ലക്ഷ്യം വെച്ചാൽ എന്തായി മാറും? നീ അവരും കൂടെ ലക്ഷ്യം വെച്ചതുകൊണ്ട് അവരിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു തആല ഏതെങ്കിലും അർത്ഥത്തിൽ മറ്റുള്ള എന്തെങ്കിലും സ്വന്തം താല്പര്യമായാലും മതി, കുടുംബത്തിന്റെയും വാപ്പാന്റെയും പാപ്പപ്പാരുടെയും കുടുംബം ആരുടെ താല്പര്യം അതിലേക്ക് കൂട്ടിച്ചേർത്താലും അതിനെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല അതിലേക്ക് പോവാൻ വേണ്ടി പറയും. നേരെ മറിച്ച് ലാ ഇലാഹ, ഒരു ഇലാഹും ഇല്ല ഇല്ലല്ലാഹ്, അള്ളാഹു ഒഴികെ, അള്ളാഹു അല്ലാതെ വേറെ ഒരുത്തരുമില്ല. കാരണം അവന് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ വാപ്പപ്പാപ്പാര് നമ്മുടെ കൂടെ ഉണ്ടാവില്ല മരിച്ചു കഴിഞ്ഞാൽ, അതേപോലെ നമ്മുടെ ഭാര്യ നമ്മുടെ കൂടെ ഉണ്ടാവില്ല, ഭർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവില്ല, നമ്മുടെ സ്വത്തുണ്ടാവില്ല, നമ്മളുടെ ഒരു 3 കഷ്ണം തുണി പോലും നമ്മൾക്ക് കിട്ടുകയില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നീ ഏതെങ്കിലും അർത്ഥത്തിൽ പങ്കു ചേർത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നൽകിയവനായ അള്ളാഹുവിലേക്ക് മാത്രമായി നീ മുഖം തിരിക്കുക. അതാണ് ഇസ്ലാമിന്റെ മർമ്മം. അതുകൊണ്ടാണ് അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചിരിക്കണം. ഇത് മർമ്മമാണ്. ഇത് അധികം ആളുകൾക്ക് സാധ്യമല്ല എങ്കിൽ പോലും
പക്ഷെ ഈ മർമ്മം ഇതാണ്. ആളുകളൊക്കെ ചെയ്തോ ചെയ്തില്ലോ എന്നുള്ളതൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല. വൽ അസ്ർ, കാലമാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്. ഇല്ലല്ലദീന ആമനു, കൃത്യമായ ഈമാൻ ഉൾക്കൊള്ളുക, വ അമിലുസ് സ്വാലിഹാത്ത്, അതിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, വതവാസൗ ബിൽ ഹഖ്, ഈ ഹക്ക് ജനത്തോട് പ്രവാചക ദൗത്യം എന്നോണം വിളിച്ചു പറയുക, വതവാസൗ ബിസ്സബ്ർ, ആ മാർഗത്തിൽ ഉണ്ടാവുന്ന ഇതിലേക്ക് ഇറങ്ങിയതിന്റെ പേരിൽ എന്ത് നഷ്ടമെന്നോ അതിലൊക്കെ സബർ ഉൾക്കൊള്ളുക. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി തന്നെ പറഞ്ഞത്. അതുകൊണ്ട് ഇത് വലിയൊരു അമാനത്താണ്. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെക്കുക. മൂന്നാമത്തെ നിബന്ധന എന്താണെന്ന് ചോദിച്ചാൽ ഹിക്മത്തോട് കൂടിയായിരിക്കണം. ഹിക്മത്തോട് കൂടി, അതാണ് കിതാബ് മാത്രം പഠിച്ച് നിങ്ങൾ നടന്നാൽ പോരാ. വൽ ഹിക്മ, കിതാബ് വൽ ഹിക്മ, ഹിക്മത്തിന് അതിലേക്ക് എന്ത് ചെയ്യണം? സന്ദർഭോചിതമായി സാഹചര്യം നോക്കി. ഇപ്പൊ ഡൽഹിയിലൊക്കെ വലിയ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബാംഗ്ലൂർ ഇന്നും എന്റെ സുഹൃത്തിനോട് ടിക്കറ്റ് പെട്ടെന്ന് കിട്ടുമോ, നോക്കൂ, ഇന്ന് കയറാൻ പറ്റുമോ അല്ലെങ്കിൽ നാളെ കയറാൻ പറ്റുമോ എന്നൊന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. ടിക്കറ്റ് ജനം ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്നും നാട്ടിൽ നിന്നും ഒക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരം സന്ദർഭത്തിൽ സന്ദർഭോചിതമായി ഉറയുമ്പോൾ വെട്ടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് സന്ദർഭത്തിൽ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യണം. അതേതോ കോക്രോച്ച് പാർട്ടിയാണ്, അതേതോ പുതിയൊരു കുട്ടി മുളച്ചതാണ് എന്ന് പറഞ്ഞ് നോക്കി നിൽക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇസ്ലാം കാരണം ആ കോലത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാസിസം വിഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോ അവിടെ സന്ദർഭം നോക്കി അള്ളാഹുവിനെ മുൻനിർത്തി ഇടപെടാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്നതാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ അതാണ് സന്ദർഭം നോക്കി ഹിക്മത്തോടു കൂടി സന്ദർഭോചിതം കാര്യങ്ങൾ ചെയ്യുവാൻ സന്നദ്ധമാവാം. സന്ദർഭം നോക്കാതെ കാര്യങ്ങൾ ചെയ്താൽ വിപരീത ഫലം ചെയ്യും. നമ്മൾ ഇതിനെ പറയാറുണ്ട്, കോടതി പിരിഞ്ഞതിന് ശേഷം വാദം ഉന്നയിച്ചതുകൊണ്ട് യാതൊരു ഫലവുമില്ല, അത് വിപരീത ഫലം ചെയ്യുക. അതുകൊണ്ട് അത് സന്ദർഭം നോക്കി കാര്യങ്ങൾ ചെയ്യണം. നാലാമത്തെ നിബന്ധന എന്ന് പറയുന്നത് പ്രതിഫലം പരലോകത്ത് മാത്രമായിരിക്കണം പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ ഡൽഹിയിലേക്ക് പോകുന്ന ഒരുത്തൻ അവിടെ ഇപ്പൊ ദുനിയാവില് വല്ല മെച്ചം കിട്ടുമെങ്കിലേ പോവുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് അള്ളാഹുവിന് അമലുസ്വാലിയാത്തോ പറയുകയില്ല. പരലോകത്ത് എനിക്കെന്ത് അള്ളാഹു പ്രതിഫലം നൽകും. അങ്ങനെ ഒരു കർമ്മമാണെന്ന് ബോധ്യപ്പെട്ടാൽ അതിലേക്ക് ഒരു വിശ്വാസി ഇറങ്ങാൻ പാടുള്ളൂ. ഇതിലേതെങ്കിലും ഇല്ലാതെ നിങ്ങളൊന്നും അള്ളാഹുവിന് അനുസരണമില്ല, ബാക്കിയൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല. അതേപോലെ അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതില്ല, ബാക്കിയൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്. അയാൾ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു, പക്ഷെ ഹിക്മത്തോടു കൂടി സന്ദർഭം നോക്കിയല്ല അയാൾ പ്രവർത്തിച്ചതെങ്കിൽ അതുകൊണ്ടും കാര്യമില്ല. അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, പ്രതിഫലം പരലോകത്ത് മാത്രമല്ല ലക്ഷ്യം വെച്ചതെങ്കിൽ അത് അദ്ദേഹം നിരാശനായി തീരും. ഇഹലോകത്തുള്ള പ്രതിഫലം പലതിനും കൊടുക്കൂല. മാത്രമല്ല പരീക്ഷണങ്ങളാണ് ഇട്ടുകൊടുക്കുക. നല്ല കർമ്മങ്ങൾക്ക് പ്രവാചകന്മാർക്ക് പരീക്ഷണങ്ങളാണ്. അത് കണ്ടിട്ട് ഇവൻ കാര്യങ്ങൾ വിലയിരുത്താൻ തുടങ്ങും. ഇതിന് പോന്നിട്ട് വലിയ ഫലമുണ്ടോ? അതുകൊണ്ടാണ് ദുനിയാവ് എല്ലാ അള്ളാഹു പ്രതിഫലം, അത്യവിശ്വാസികൾക്ക് പ്രതിഫലം മുഴുവനും പരലോകത്താണ്. ഇവിടെ മുഴുവൻ പരീക്ഷണമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് പരലോകത്ത്, എനിക്കറിയാം എന്റെ ഒരു സുഹൃത്ത് വലിയ പ്രതീക്ഷയിലൊക്കെ പാർട്ടിയില് വലിയ പ്രതീക്ഷയിൽ മത്സരിച്ചു. മൂപ്പര് പരലോകത്തെ മാത്രം പ്രതിഫലം വെക്കണം എന്നൊരു സംഘത്തിന്റെ പ്രതീതിയായിട്ടാണ് വന്നതൊക്കെ. പക്ഷെ അതിൽ മാത്രം ലക്ഷ്യം വെച്ച് മത്സരിച്ചപ്പോ തോറ്റുപോയി. തോറ്റപ്പോ എന്ത് ചെയ്യുന്നു? ഒരു പ്രത്യേക സ്ഥലത്ത് പോയി ആ കെട്ടി തൂങ്ങി ആത്മഹത്യ ചെയ്തു. അപ്പൊ അതെന്താണ്? ഇസ്ലാമികമായ ദീനിന്റെ മാർഗത്തിലൊക്കെ പണിയെടുക്കുമ്പോഴെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാതെ ഒരു മാലിക് യൗമിദ്ദീൻ പരലോകം പ്രതിഫലം പരലോകത്താണ്. അതിറാക്കമായ യൗമിദ്ദീൻ, നിനക്ക് എന്തറിയാം അന്നത്തെ ആ പ്രതിഫലം? അല്ലാഹ് നിർണായക ഘട്ടത്തിൽ ആ പ്രതിഫലം നൽകുക. എന്തറിയാം നിനക്ക് പ്രതിഫല ദിനത്തിന്റെ നാളിനെ കുറിച്ച്? സുമ്മമാ അതിറാക്കമായ യൗമിദ്ദീൻ, എല്ലാം നിനക്ക് എന്തറിയും? വീണ്ടും ഞാൻ ചോദിക്കുന്നു, നിനക്ക് അത്രയും ഗൗരവമുള്ള ദിവസം അന്നാണ് എന്റെ പ്രതിഫലം, അന്ന് മാത്രമാണ് എന്റെ പ്രതിഫലം. ഞാൻ ദുനിയാവിലെ ഒരു സദഖ പോലും ചെയ്യുകയില്ല. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ, ഒരാളുടെ പ്രതിഫലമോ ഒരു നന്ദി വാക്കോ പോലും ഞാൻ എന്ത് ചെയ്യില്ല, ഒരാളോടും പ്രതീക്ഷിക്കുകയില്ല. ഇന്നമാ നുരീദു ബിക്കും വജ്ഹിൽ, അള്ളാഹുവിന്റെ വജ്ഹാണ് ഞാൻ എന്ത് ചെയ്തിരുന്നു. അത് ആ അർത്ഥത്തിൽ വജ്ഹ്, അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം. ഇതാണ് ഈ അർത്ഥത്തിലുള്ള നിബന്ധനകളോടുകൂടി കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ വിശ്വാസിയായി മാറുന്നത്. അതേപോലെ തന്നെ നോക്കൂ, നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് സംഘടിച്ച് പ്രവർത്തിക്കണം. നമുക്കൊക്കെ ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയുണ്ട്. ഫീൽഡിലേക്ക് ഇറങ്ങി ഇസ്ലാമികമായ പ്രവർത്തനം നമ്മൾ നടത്തേണ്ടതുണ്ട്, സംഘടിപ്പിക്കേണ്ടതുണ്ട്. ഇതുപോലുള്ള കുറെ സാധ്യതകളൊക്കെ നമുക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ പറയും, ഞാൻ ഒരു സംഘടനയായിട്ടും ബന്ധമില്ല, ഞാൻ ഒരു സംഘടനയിലേക്കും ഞാൻ അതിലേക്ക് അങ്ങോട്ട് കയറാനോ വരാനോ സമർപ്പിക്കുവാനോ സന്നദ്ധമല്ല, ഞാൻ എല്ലാത്തോടും സമദൂരമാണ് എന്ന് പറയുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇതിന്റെ ഇസ്ലാമിക ബേസ് എന്താ? നമ്മൾ കേട്ടാൽ നല്ല സുഖമാണ് കേൾക്കാൻ. ഒരു സംഘടനയായിട്ട് എനിക്ക് ബന്ധമില്ല, എല്ലാ സംഘടനയോടും ഞാൻ സമദൂരമാണ്, എല്ലാത്തിനെയും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട് എന്ന് പറയുന്ന കേൾക്കാൻ നല്ല സുഖമുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ ഉള്ളിലേക്ക് ഇറങ്ങി പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിലുള്ള അബദ്ധം സർവമത സത്യവാദം പോലെയാണ്. സർവമത സത്യവാദം കേട്ടാൽ നമുക്ക്
എല്ലാം കണക്കാണ്, എല്ലാം ഉഷാറാണ്, എല്ലാ മതങ്ങളും സത്യം തന്നെയാണ്, എല്ലാ ദൈവത്തിൽ നിന്നുള്ളത് തന്നെയാണ്, അതുകൊണ്ട് ഏത് മതവിശ്വാസിയായാലും ഒക്കെ കണക്കാണ് എന്ന് പറയുമ്പോൾ കേൾക്കാൻ നല്ല സുഖമാണ്. പക്ഷേ സർവ്വമത സത്യവാദത്തിന്റെ ഉള്ളെന്താണ്? ഉള്ളിലേക്ക് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ പരലോകം ഉണ്ട് എന്ന് പറയുന്ന മതവും പരലോകം ഇല്ല, വല്ല മായോ പൊട്ടിയോ ഒക്കെ ആയിട്ട് ജനിക്കുമെന്ന് പറയുന്നത് ഒരുപോലെയാണ്. പരലോകത്തിന് കൃത്യമായ അള്ളാഹു ഏകനാണെന്ന് പറയുന്ന മതവും അല്ല ഒരുപാടുണ്ട് എന്ന് പറയുന്ന മതവും ഇങ്ങനെ സമമാവുക? കേട്ടാൽ നമുക്ക് പരലോകത്ത് കൃത്യമായി അണാപ്പായി വിചാരണ ചെയ്യും. എന്ന് പറയുന്ന ഒരു മതവും അങ്ങനെ പരലോകം മതമൊന്നും ഇപ്പൊ നമുക്ക് കഴിയില്ല എന്ന് പറയുന്ന മതവും ഒരുപോലെയാണോ? കൃത്യമായി അള്ളാഹു ഈ ജീവിതത്തിന്റെ വ്യവസ്ഥകൾ മുഴുവനും കൃത്യമായി കാണിച്ചു തന്ന ഒരു മതവും, എന്നാൽ അങ്ങനെ ജീവിതത്തിന്റെ ഒരു മേഖലയിലേക്കും പ്രത്യേകിച്ച് ഒരു മേഖലയിലേക്കും വെളിച്ചം വീശാത്ത മതവും എങ്ങനെ ഒരുപോലെയാവുക? പറയാനല്ല, എവിടെ നിങ്ങൾ സമമായി വരുന്നില്ല ഒരിക്കലും. ആ പ്രവാചകന്മാരെ കുറിച്ച് ദൈവമാണെന്ന് പറയുന്ന മതവും അല്ല, അബ്ദുഹു റസൂലുഹു അടിമയും ദൂതനും മാത്രമാണെന്ന് പറയുന്ന മതവും എങ്ങനെ ഒരുപോലെയാവുക? പറഞ്ഞു കേട്ടാൽ നല്ല ഇതേപോലെയാണ്, എനിക്കൊരു സംഘടനയ്ക്കും ബന്ധമില്ല, അതുകൊണ്ട് ഞാനെല്ലാം സമദൂരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഖുതുബയുടെ മുഖദ്ദിമയിൽ നിങ്ങളോട് ഓതി കേൾപ്പിച്ച വിശുദ്ധ ഖുർആനിൽ നമുക്കൊക്കെ സുപരിചിതമായ സൂറത്ത് സഫിൽ അള്ളാഹു കൃത്യമായി പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. അള്ളാഹുവിന് വിശ്വാസികളെ വിളിച്ച് പറയാൻ, വിശ്വാസികളെ നിങ്ങൾ എന്താണ് ഇസ്ലാമിക പ്രവർത്തനത്തിൽ ഏർപ്പെടാതെ മുസ്ലിമാണെന്ന് പറയുന്നത്? കബറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ. അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും കോപകരമായ കാര്യമാണ് ഇസ്ലാമിക പ്രവർത്തനത്തിൽ ഏർപ്പെടാതെ വിശ്വാസിയാണെന്ന് പറയുക എന്നത്. എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നതോ ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ, സംഘടിച്ച് അണിനിരന്നു ഉറച്ച ഭിത്തി എന്നോണം സംഘടിതമായ സംവിധാനത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് പണിയെടുക്കുന്ന സംവിധാനം ഉണ്ടാക്കി പണിയെടുക്കുന്നവരെ മാത്രമേ അള്ളാഹു ഇഷ്ടപ്പെടുകയുള്ളൂ. 70 ചില്ലാന സംഘങ്ങൾ ഉണ്ടാവും റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക ലോകത്ത് തന്നെ, ഇസ്ലാമിക പുറത്ത് ലോകത്ത് 75 സംഘങ്ങളൊന്നല്ലോ മനുഷ്യർക്കിടയിലുള്ളത്. ഇസ്ലാമിക ലോകത്ത് അതും 70 ചില്ലാന സംഘടനകൾ ഉണ്ടാവും എന്ന് റസൂൽ പറയാനുള്ള കാരണം എന്നാണ്. ആ 70ന്റെ അർത്ഥം അറ്റമില്ലാത്തത് എന്നാണെന്ന് പ്രവാചകൻ വിശദീകരിച്ചിട്ടുണ്ട്. അറ്റസംഗതി 70 ചില്ലാന സംഘമുള്ള മുസ്ലിം സമുദായത്തിനകത്ത് ലോകത്ത് അല്ലല്ലോ, അതിലേറെ എത്രയോ സംഘങ്ങളും വിഭാഗങ്ങളൊക്കെ ഉണ്ട്, വിഭാഗീയതകളൊക്കെ ഉണ്ട്. അതിൽ ഒരു സംഘം രക്ഷപ്പെടും. ഏതാണ് ആ സംഘം? അതൊരു പ്രത്യേക പാർട്ടിയെ സംഘത്തെ ഒന്നും സൂചിപ്പിച്ചിട്ടില്ല. അള്ളാഹു പറഞ്ഞത് ഏതാ? വിശുദ്ധ ഖുർആനും സുന്നത്തും അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. ആ സംഘം രക്ഷപ്പെടും. ആ സംഘം എവിടെയെങ്കിലും ഇല്ലെങ്കിൽ ഇല്ലടത്തേക്ക് അങ്ങോട്ട് ചെല്ലണം, അന്വേഷിച്ച് ചെല്ലണം. അതുകൊണ്ടാണ്. എന്നിട്ട് അതിൽ അണിചേരണം, എന്നിട്ട് അതിന്റെ വക്താവായും പ്രവർത്തകനുമായിട്ട് മാറണം. ഇസ്ലാമിന്റെ കൽപ്പനയാണ്. അങ്ങനെ ഒരാൾ ചെയ്യുന്നില്ല എങ്കിൽ മരണവേളയിൽ മലക്കുകൾ ചോദിക്കും എന്തുകൊണ്ട് അങ്ങനെ സംഘടിച്ച് ഇസ്ലാമിക പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പറഞ്ഞിട്ടും അത് ചെയ്തില്ല, എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരും പീഡിതരും അതുപോലെ പിന്നോക്ക വിഭാഗവും ഒക്കെ ആയിരുന്നു മറുപടി പറയുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ അവരോട് ചോദിക്കും, അള്ളാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ, നിങ്ങൾക്ക് ഹിജ്റ പോയിക്കൂടായിരുന്നോ എന്ന് ചോദിക്കുമെന്ന മലായിക്കത്തുകൾ. എന്നിട്ട് അവരെ നരകത്തിലേക്ക് അടിച്ചു തെളിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് ഹിജ്റ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ഇസ്ലാമികമായ മുന്നേറ്റത്തിനും സ്വർഗം കിട്ടുവാനും തടസ്സമാകുന്നത് എന്തൊക്കെയുണ്ടോ അതിൽ നിന്ന് മാറി യഥാർത്ഥത്തിൽ ഇസ്ലാമിക സംഘടിത സംവിധാനത്തിലേക്ക് വന്നു ചേരുക എന്ന് പറയുന്നത് മലായിക്കത്തുകൾ വരെ കർശനമായി ചോദ്യം ചെയ്യുന്ന, മരണമുഖത്ത് വെച്ച് വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്ന കാര്യമാണ് എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. നേരെ മറിച്ച് അതേപോലെ തന്നെ നോക്കൂ, നിങ്ങൾ സംഘടിതമായിട്ടല്ലാതെ എന്തെങ്കിലും കാര്യം സ്ഥാപിച്ചെടുക്കാൻ ഭൂമുഖത്ത് സാധ്യമാണോ? ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനിൽ കേരളത്തിൽ 100 ചില്ലാനം സീറ്റ് വാങ്ങി. എങ്ങനെ സീറ്റ് വാങ്ങിയത്? അവർ സംഘടിപ്പിച്ചു. എല്ലാ ജനങ്ങളെയും സംഘടിപ്പിച്ചിട്ട് ജാതിയും മതവും ഒന്നും നോക്കാതെ കോർത്തിണക്കി ഒരു മാലയിൽ കോർത്ത് ഒരു ടീം പ്രവർത്തനത്തോടുകൂടി ചെയ്തപ്പോഴാണ് 10 വർഷവും അപകടകരമായ അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടുപോകുന്ന രക്ഷപ്പെടുത്തണമെന്ന് പറയുന്ന ആശയക്കാർ വിജയിച്ചത്. അവർ ടീം വർക്കോട് കൂടിയിട്ടാ. അപ്പൊ ടീം വർക്കോട് കൂടിയിട്ടല്ലേ. ഇനി സംഘടന വേണ്ട എന്ന് പ്രവർത്തിക്കാന്ന് വിചാരിച്ചു നോക്കും നിങ്ങൾ. സംഘടന വേണ്ട എന്ന് അത് പ്രചരിപ്പിക്കണമെങ്കിൽ പോലും സംഘടന വേണം. ഒരാളങ്ങനെ പറഞ്ഞ് തീരുമാനിച്ചത് കൊണ്ട് സംഘടന ഇല്ലാതാവില്ല. സംഘടന വേണ്ടതില്ല എന്ന പ്രചാരണത്തിന് അതിനൊരു പ്രസിഡന്റ് വേണ്ടി വരും, അതിനുവേണ്ടി സെക്രട്ടറി വേണ്ടി വരും. ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. പ്രകൃതി നിയമം. ഏത് പാർട്ടിയാണ്? കമ്മ്യൂണിസം വിജയിച്ചിട്ടുണ്ടോ? സംഘടിതമായിട്ട് ശ്രമത്തിലൂടെ അല്ലാതെ. സോഷ്യലിസം വിജയിച്ചിട്ടുണ്ടോ? ജനാധിപത്യം വിജയിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് കരകയറിയിട്ടുണ്ടോ? ഇനിയും പല പ്രതീക്ഷിക്കുന്നത് സംഘടിത ശക്തിയായി മാറണം. കോൺഗ്രസിന് അതില്ല എന്ന ജനം മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവര് മുന്നേറ്റം, അതിനൊരു മറുപടിയാണ് അവർ ഡൽഹിയിൽ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോക്രോച്ച് പാർട്ടി എന്ന് അവർ സ്വന്തം വന്നു കഴിഞ്ഞാൽ അതിനെ ഒതുക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ പൊട്ടിമുളച്ച അള്ളാഹുവിന്റെ ഇടപെടലിലൂടെ അത്ഭുതകരമായി അള്ളാഹു നടത്തിത്തരുന്ന
ആ പൊട്ടിമുളച്ച ഏത് കൂറയുടെ പേരിലാണെങ്കിലും അതിന്റെ പ്രസക്തി, അവർ ഉന്നയിക്കുന്ന കാര്യത്തിന് പ്രസക്തിയുണ്ട് എന്ന് മനസ്സിലാക്കുകയും കോൺഗ്രസ് ഉൾപ്പെടെ നേതാക്കന്മാർ അതിനെ, ആ കോക്രോച്ച് പാർട്ടിയെ പിന്തുണച്ചുകൊണ്ട് വരികയും അതൊരു വലിയ സംഭവമായി മാറുകയും മാറ്റുകയും ചെയ്യേണ്ടതുണ്ട്. ഇതിന്റെ കോർഡിനേഷൻ നടത്തേണ്ടതുണ്ട്. കോൺഗ്രസിന് അതിനെ പോലുള്ള സംഘങ്ങൾ വന്ന് അതിനെ പിന്തുണക്കേണ്ടതുണ്ട്. പിന്തുണച്ചിട്ട് സന്ദർഭം നോക്കി കാര്യങ്ങൾ ചെയ്ത് രക്ഷപ്പെടുത്തുക. അപ്പൊ സംഘടിത സംവിധാനത്തിലൂടെ കാര്യം നടക്കൂ. നമ്മൾ നമ്മളുടെ കാര്യം എന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാൽ ആ വീട്ടിലിരുന്നവർക്കൊക്കെ ആ വിജയത്തിൽ പങ്കാളിത്തം കിട്ടുകയില്ല. നേരെ മറിച്ച് സന്ദർഭം നോക്കി ഞാനൊന്ന് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞ സംഘടിത സംവിധാനത്തോട് പോയി ചേർന്നാൽ അതൊരു വൻ പ്രവർത്തനമാണ്, വൻ പ്രതിഫലാർഹമായ പ്രവർത്തനമാണ്. ഇസ്ലാം മാത്രം സംഘടിച്ച് വിജയിപ്പിക്കേണ്ടതില്ല, ഇസ്ലാമിക സംവിധാനങ്ങൾ കൊണ്ടുവരാൻ മാത്രം അങ്ങനെ സംഘടിത സംവിധാനമൊന്നും വേണ്ടതില്ല എന്ന് പറഞ്ഞാൽ പ്രകൃതി വിരുദ്ധമാണ്, മനുഷ്യത്വ വിരുദ്ധമാണ്. അവര് ഇതിന് മറുപടി പറയും. അള്ളാഹുവിന്റെ ദീൻ എവിടെയെങ്കിലും കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അധികാര, രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മേഖലയിൽ പ്രവാചകൻ ഹിജ്റ പോയത് അതിനു വേണ്ടിയിട്ടാണ്. ഹിജ്റ പോയത് അതുകൊണ്ടാണ്. നമസ്കാരവും ദിക്റും ദ്വാകളും മതിയെങ്കിലും മക്കയും കഅബയും ഒക്കെ മക്കത്താ കിടക്കുന്നത്. അത് പോരാ, ഈ മദ്യവും വ്യഭിചാരവും ചൂതാട്ടവും ഒക്കെ അഴിഞ്ഞാടിക്കൊണ്ട് ഈ ജനതയെ മുഴുവൻ കൃത്യമായി തന്നെ വളരെ വലിയ നാശത്തിന് വിധേയപ്പെടുമ്പോ ഇസ്ലാം അള്ളാഹു കൽപ്പിച്ചത് എന്താണ്? അള്ളാഹു സംഘടിച്ച് സംവിധാനത്തോടുകൂടി റോമും പേർഷ്യയിൽ ഉൾപ്പെടെ ഇന്ത്യയിൽ ഉൾപ്പെടെ ഈ അർത്ഥത്തിലുള്ള നീതിയിലധിഷ്ഠിതമായ, സത്യത്തിലധിഷ്ഠിതമായ, ധാർമ്മികതയിലധിഷ്ഠിതമായ എല്ലാ ജനവും മദ്യം വിളമ്പുന്നവരായിട്ടല്ല സമൂഹം ഭരണകൂടം മാറേണ്ടത്, നിരോധിക്കുന്നവരാണ്. എന്നിട്ട് സ്വകാര്യമായി മദ്യപിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ എന്ന് ഈയിടെ ഒരാൾ ചോദിച്ചു. സ്വകാര്യമായി മദ്യപിച്ചാൽ കുഴപ്പമുണ്ടല്ലോ. വീട്ടിലിരുന്ന ഒരാൾ മദ്യപിച്ചു സ്വകാര്യമായിട്ട്, അത് മദ്യപിച്ചാൽ എന്താ സംഭവിക്കുക? എന്നും സ്വകാര്യമായിട്ട് മദ്യപിക്കാൻ അയാൾക്ക് സാധിക്കുകയില്ല. എന്നും അത് വയറ്റിൽ സ്വകാര്യമായി കൊണ്ടു നടക്കാനും സാധ്യമല്ല. അയാൾ ബസ് കയറുമ്പോൾ അവിടെ സ്ത്രീകൾ ഉണ്ടാവും, അതേപോലെ ഗോവിന്ദച്ചാമികൾ ഉയർന്നു വരും. അതുകൊണ്ടാണ് സ്വകാര്യമായിട്ട് പോലും ഇത് ചെയ്യാത്തൊരു സമൂഹത്തെ വാർത്തെടുക്കണം. അതുകൊണ്ടാണ് അൽ ഖംറു ഉമ്മുൽ ഖബായിസ് വ അക്ബറു മിനൽ കബായിർ. അള്ളാഹു വൻപാപങ്ങൾ ഏറ്റവും വലുതാ, തിന്മകളുടെ സകലത്തിന്റെയും മാതാവാണ്. ഇപ്പൊ മദ്യമല്ലൊപ്പം മയക്കുമരുന്നും ഒരൊറ്റ ഡോസ് ഉപയോഗിച്ചാൽ തന്നെ, അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള തൂഫാനുകൾ നടക്കുമ്പോ നമ്മൾ എവിടെയായിരുന്നു? സംഘടിതമായി അതിനൊക്കെ പിന്തുണക്കുവാനും അത്തരം സംവിധാനങ്ങളൊക്കെ ബാംഗ്ലൂരിലൊക്കെ വലിയ മുന്നിൽ നിൽക്കുന്നുണ്ട്. പല സംഘടനകളും ആഭ്യന്തര എന്താണ് മന്ത്രിമാർക്ക്, അത് നടത്തുന്ന ആഭ്യന്തര വകുപ്പിൽപ്പെട്ട മന്ത്രിമാർക്കൊക്കെ ഉൾപ്പെടെ സ്വാധീനവും പിന്തുണ നൽകിക്കൊണ്ട് മുന്നോട്ട് വരുന്നു. ഇതൊക്കെ വലിയ പ്രവർത്തനമാണ്. ആര് ചെയ്താലും നമ്മൾ ഇതൊന്നും അറിയാതെ പോകരുത്, അറിയാൻ നമ്മളുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക പ്രവർത്തനം, അതുകൊണ്ട് അള്ളാഹു വിലക്ക് വാങ്ങിയതാണ്. എന്താണ് വിലക്ക് വാങ്ങിയത്? ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സത്യവിശ്വാസികളിൽ അള്ളാഹു വിലക്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. സത്യവിശ്വാസികളിൽ അള്ളാഹു മുഅ്മിനികളിൽ നിന്ന് അള്ളാഹു വിലക്ക് വാങ്ങിയിട്ടുണ്ട്. എന്താണ്? അൻഫുസഹും അംവാലഹും, അവരുടെ ശരീരവും അവരുടെ സമ്പത്തും. ശരീരമാണ് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്. ശരീരം നമ്മളുടേതല്ല. എന്റെ കണ്ണും കാഴ്ചയും കേൾവിയൊക്കെ ഒരേ ഒരു തന്റെ, എന്റേത് പോലുമല്ല. അതവൻ തിരിച്ചെടുത്താൽ കഴിഞ്ഞു. അതുകൊണ്ട് അതാണ് ഏറ്റവും വലിയ മൂലധനം. അത് അള്ളാഹുവിൻ്റെതാണെന്ന് സമർപ്പിച്ച് എന്താണ് അവർ ചെയ്യേണ്ടത്? ബി അന്ന ലഹുമുൽ ജന്ന, സ്വർഗം പകരമായി തരാം. മരിക്കുന്നത് നിമിഷം മുതൽ അങ്ങ് ആരംഭിക്കും. 1 കോടി വർഷമോ കോടാനുകോടി വർഷമോ അല്ല. ഖാലിദീന ഫിഹ അബദ, എന്തൊന്നും ഇച്ഛിക്കുന്നതൊക്കെ സാധിക്കുന്ന, ആഗ്രഹിക്കുന്നതൊക്കെ സാധിക്കുന്ന സ്വർഗം. എല്ലാ മതങ്ങളും മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം അവർക്ക് നൽകാമെന്ന വാഗ്ദാനത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? അവരുടെ ശരീരവും സമ്പത്തും എനിക്ക് വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇഷ്ടറാന്ന വിലക്കെടുത്തു. അള്ളാഹു പകരം അങ്ങോട്ട് തരാമെന്നും നമ്മൾ ഇങ്ങോട്ട് എന്ത് തരാം? സമ്പത്തും ശരീരവും സ്വാതന്ത്ര്യവും ഫ്രീഡവും ഒക്കെ അള്ളാഹുവിന് വിട്ടുതരാം എന്ന് പറയും കൊണ്ട് ഇടപാട് നടത്തിയിരിക്കുന്നു. എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? യുഖാതിലൂന ഫീ സബീലില്ലാഹി ഫയഖ്തുലൂന വയഖ്തലൂൻ. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിന് വേണ്ടി, സബീലില്ലാ എന്ന് പറയുന്നു, അല്ലാതെ വേറെ കുറെ പാർട്ടികളുടെയും സംവിധാനത്തിന്റെ അല്ല, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിന് വേണ്ടി അവർ യുദ്ധമാണ് ആദ്യം പറയുന്നത്. യുദ്ധം ഏറ്റവും ടോപ്പിൽ പറഞ്ഞു വെച്ചതാണ്. സമരമാണ്. അതുകൊണ്ട് ഖിതാലുമാണ് യുദ്ധം. അപ്പൊ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിന് വേണ്ടി അവർ യുദ്ധം ചെയ്യുകയും വധിക്കുക എന്ന് പറഞ്ഞാൽ വധിക്കപ്പെടുന്നേക്കാളും വലിയ പണിയാണ് ഒരാളെ വധിക്കുക എന്ന് പറഞ്ഞാൽ. ബദറിൽ അതൊക്കെ നടന്നത്. ബദറിലും ഒരു വശത്ത് വാപ്പയാണ്, മറുവശത്ത് മകനാണ്, ഒരു വശത്ത് പിന്നെ എന്താണ്, അങ്ങനെയുള്ള കുടുംബങ്ങളും തിരിച്ചുമായി മകൻ അവിടെയും. അത് വധിക്കേണ്ടി വരികയാണെങ്കിൽ എന്താണ് അവിടെ വലുത്? ഹിജ്റ പോയത് അവരങ്ങനെയാണല്ലോ, സ്വത്തും സമ്പത്തും ഒക്കെ ഉപേക്ഷിച്ചിട്ട് എന്ത് പോകണം? പോവാൻ പറഞ്ഞിടത്തേക്ക് പോവാൻ, അവിടെ അനുവദിക്കപ്പെട്ട നാട് പോലും ഉപേക്ഷിക്കാൻ. അങ്ങനെ അവർ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞിരിക്കുന്നത്? അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിന് വേണ്ടി അവർ വധിക്കുകയും വധിക്കപ്പെടുകയും ചെയ്യുമെന്നാ പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു അതിന് സന്നദ്ധതയുള്ള ആളുകളോട്, സമരമൊക്കെ വളരെ
അതിന്റെ പ്രാഥമിക സ്റ്റെപ്പുകളാണ്. മൻ റആ മിൻകും മുൻകറൻ ഫല്യുഅയ്യിറു ബിയദിഹി. ഡൽഹിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. നിങ്ങളൊരു തിന്മ കണ്ടാൽ അതിന്റെ കൈക്ക് കയറി പിടിക്കണം. അത് നന്മയോട്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വാ കൊണ്ട് വല്ലം യസ്തീഫ ബിലിസാനി, നിങ്ങൾ അതിന് കഴിയില്ല എങ്കിൽ നിങ്ങളുടെ നാവ് ഉയർത്തണം. സമരമുറകളുമായി നിങ്ങൾ രംഗത്തറും. വല്ലം യസ്തീഫ ബിഖൽബിഹി, അതിന് നിങ്ങൾക്ക് സാധ്യമല്ല എങ്കിൽ നിങ്ങളുടെ കൽബ് കൊണ്ട് അതിനെ വെറുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഈമാൻ, അത് ഈമാനിന്റെ ഏറ്റവും താഴ്ന്ന പടിയാണ് കേട്ടോ എന്ന് റസൂൽ പറഞ്ഞു. വെറുത്തതുകൊണ്ട് മാത്രം കഴിയില്ല കാര്യങ്ങൾ. അതിന്റെ വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ അതിന് കയറി പിടിക്കുന്ന പിടിച്ചു കെട്ടുന്ന തിന്മയെ നന്മ കൊണ്ട് അതിക്രമത്തിന്റെ മാർഗമല്ല, തിന്മ ഏറ്റവും ഉത്കൃഷ്ടമായ നന്മ കൊണ്ട് ഡൽഹി അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. മുംബൈ NRC അതുപോലുള്ള അന്നത്തെ സമരങ്ങളൊക്കെ അതിന്റെ ഫോളോ അപ്പ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, നിങ്ങൾ അങ്ങനെ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നുവെങ്കിൽ അവരോടുള്ള സ്വർഗവാഗ്ദാനം അള്ളാഹു ഏറ്റെടുത്ത ബലിഷ്ഠമായ കരാറാകുന്നു. തൗറാത്തിലും ഇഞ്ചീലിലും ഖുർആനിലും ഇത് തന്നെയാണ്. ഏതോ നമ്മളോട് മാത്രം പറഞ്ഞ കാര്യമല്ല, മുൻഗാമികളോട് ഞാൻ ഇത് തന്നെ പറഞ്ഞത്. നിങ്ങളുടെ സമ്പത്തും ശരീരവും എനിക്ക് തരണം, എന്നിട്ട് പകരം നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ ദീനിനെ കെട്ടിപ്പടുക്കാൻ വേണ്ടി അതിന് നിങ്ങൾക്ക് പകരം ഞാൻ സ്വർഗം തരും എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വമൻ ഔഫാ ബിഅഹദിൻ മിനല്ലാഹ്, അള്ളാഹുവിനെക്കാളേറെ കരാറ് പാലിക്കുന്ന മറ്റാരാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അള്ളാഹുവിന്റെ കരാറാണ് ഏറ്റവും വലിയ കരാറ്. അതേ കിട്ടുള്ളൂ, ബാക്കിയൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പാർട്ടി നേതാക്കളൊക്കെ പല ഓഫറും വാഗ്ദാനങ്ങളും നൽകും. അതിന്റെയൊക്കെ പിന്നാലെ പോയിട്ട് അള്ളാഹുവിന്റെ കരാറ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അതൊന്നും പാലിക്കപ്പെട്ടുകൊള്ളണമെന്നില്ല. എന്നാൽ അള്ളാഹുവിൽപ്പെട്ടതല്ല. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവായി നടത്തിയ കരാറ് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്നതാണ് അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, 5 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയാണ്, അമ്രാണ്. ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കാം, അല്ലെങ്കിൽ വേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല ഈ സംസാരിക്കുന്നു. ആമ്രുക്കും ബിഖംസിൻ, 5 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. എന്താണ് കൽപ്പനയിൽ ഒന്നാമത്തെ കൽപ്പന? ബിൽ ജമാഅത്തി, നിങ്ങൾ സംഘടിക്കണം എന്നതാണ് ഒന്നാമത്തെ കൽപ്പന. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? സംഘടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു സംഗതിയാണ് നിങ്ങൾ കാതോർത്തിരിക്കണം. ബിസ്സാമി, നിങ്ങൾ കാതോർത്തിരിക്കണം. നമ്മുടെ ഓരോ പണിയിലും ഓഫീസിലും പലതിലായിരിക്കും, പക്ഷെ നമ്മുടെ കാത് എടുത്തു കൊടുക്കണം. പ്രവാചകന് സഹാബികൾ കൊടുത്തതുപോലെ കൊടുക്കണം. അള്ളാഹുവിന്റെ റസൂലിന് പുതിയ ആയത്ത് ഇറങ്ങിയിട്ടുണ്ടോ, പുതിയ നിർദ്ദേശങ്ങളുണ്ടോ, കൽപ്പനകളുണ്ടോ എന്നതുപോലെ നേതൃത്വത്തിന് നിങ്ങൾ കാതോർത്ത് ഇരിക്കണം. വത്താഅത്തി, നിങ്ങൾ അനുസരിക്കണം, ഇത്തിബായ് ചെയ്യണം. അല്ലാതെ വിശ്വസിച്ചതുകൊണ്ട് മാറി മാറ്റില്ല. വമൻ യുത്തിഇല്ലാഹ എന്ന് പറഞ്ഞ അള്ളാഹുവിനെ അനുസരിക്കണം, ഇത്തിബായ് ചെയ്യണം. അള്ളാഹുവിന്റെ കൽപ്പനകളെ പ്രായോഗികമായി നിങ്ങൾ അനുസരിക്കണം. വൽ ഹിജ്റത്തി, ഹിജ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? അനുവദിക്കപ്പെട്ട കാര്യമാണെങ്കിൽ പോലും അള്ളാഹുവിൽ പറഞ്ഞാൽ, അള്ളാഹുവിന്റെ ദീനോ പ്രസ്ഥാനോ സംഘടന സംവിധാനോ പറഞ്ഞു കഴിഞ്ഞാൽ ഹിജ്റ ചെയ്യണം. സ്വന്തം കാര്യം മാറ്റിവെക്കേണ്ടി വരും. മക്ക മാറ്റിവെച്ചു സഹാബികള്. മക്കയിലുള്ള കച്ചവടം അവർ ഉപേക്ഷിച്ചു. അതാണ് ഹിജ്റ എന്ന് പറഞ്ഞാൽ വെടിയുക എന്നതിന്റെ അർത്ഥം. എന്നിട്ട് അവർ മദീനയിലേക്ക് വലിയൊരു ദൗത്യത്തിന് വേണ്ടി അവർ ഇറങ്ങി തിരിച്ചു. അവിടെ എന്ത് തന്നെ നഷ്ടപ്പെട്ടാലും അതിനവർ സന്നദ്ധമായി. അതുകൊണ്ടാണ് ഹിജ്റക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? സ്വന്തം കാര്യങ്ങൾ അതിന് ഫിറ്റ് അല്ലെങ്കിൽ ഫിറ്റ് ആകുന്നിടത്തേക്ക് നമ്മൾ മാറണം. ഇതാണ് നടക്കേണ്ടത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിസ്കരിക്കാൻ പറ്റാത്ത ഒരു ജോലിയാണ് ഒരാൾക്ക് കിട്ടിയതെങ്കിൽ ഉപേക്ഷിക്കേണ്ടത് നമസ്കാരമല്ല, ആ ജോലിയാണ്. അയാൾ ആ ജോലി ഉപേക്ഷിച്ചിട്ട് നിസ്കരിക്കാൻ പറ്റുന്നിടത്തേക്ക് മാറണം. അത് ഷഹാദത്തുൽ അക്ബറും ബാധ്യമാണ്. ഇസ്ലാമിക പ്രവർത്തനത്തിന് പറ്റാത്ത ഒരു സാഹചര്യവും സന്ദർഭമാണ് എങ്കിൽ അയാൾ ആ ജോലി മാറി പറ്റുന്നിടത്തേക്ക്. അതുകൊണ്ടാണ് മരണവേളയിൽ മലായിക്കത്തുകൾ ചോദിക്കും, നിങ്ങൾ അള്ളാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ, നിങ്ങൾക്ക് ഹിജ്റ പോയിക്കൂടായിരുന്നു ചോദിക്കേണ്ട അധികാരം അതാണ്. അതുകൊണ്ട് ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് ഹിജ്റത്തി, നിങ്ങൾ സ്വന്തം കാര്യങ്ങളെ മാറ്റിവെക്കാൻ തയ്യാറാവണം. വൽ ജിഹാദിൻ ഫീ സബീലില്ലാഹ്, അങ്ങനെ നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ജിഹാദ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിന്റെ അത് കൽപ്പനയാണ്. അതുകൊണ്ട് അത്തരം സംഘടിത സംവിധാനത്തോട് ബൈഅത്തോ അതേപോലെ അനുസരണ പ്രതിജ്ഞയോ ഇല്ലാത്തവരെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, ഇസ്ലാമികമായ നേതൃത്വവും അനുസരണവും പ്രതിജ്ഞയും കഴുത്തിലില്ലാത്ത ഒരാൾ ആരെങ്കിലും അങ്ങനെയാണ് മരിച്ചത് എങ്കിൽ അവൻ ജാഹിലിയ മരണമാണ് വരിച്ചിരിക്കുന്നത്. ആരെങ്കിലും നേതൃത്വത്തിൽ അങ്ങോട്ട് ചെന്ന് ആ നേതൃത്വത്തിന് അനുസരണം സമർപ്പിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിനെയാണ് അനുസരിച്ചത്. എന്നാൽ അതിനൊന്നും ഇപ്പൊ കഴിയില്ല. അങ്ങനെ സംഘടന നേതൃത്വമൊന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോണില്ല എന്ന് കരുതി ആരെങ്കിലും ആ നേതൃത്വവും വേണ്ട, സംഘടന സംവിധാനവും വേണ്ട എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ആരെങ്കിലും നേതൃത്വം വേണ്ട, അതേപോലെ അള്ളാഹുവിലേക്ക് റസൂലിലേക്ക് എത്തിക്കുന്ന നേതൃത്വം പറഞ്ഞത്. അല്ലാതെ ജനാധിപത്യം, മതേതരത്വ, കമ്മ്യൂണിസം, ഇസ്ലാം, അള്ളാഹു അവന്റെ റസൂൽ അവരിൽ നിന്നുള്ള കൈകാര്യകർത്താക്കൾ, അള്ളാഹുലേക്ക് റസൂലിലേക്ക് എത്തുന്ന നേതൃത്വത്തെ നിങ്ങൾ ഇത്തിബായ് ചെയ്യണം. അത്തിയുല്ലാഹ എന്ന് പറഞ്ഞത്, അത്തിയു റസൂൽ എന്ന
ഉലുൽ അംർ അതിനെ ചേർത്താ പറഞ്ഞിരിക്കുന്നത്. ആ അർത്ഥത്തിലുള്ള സംവിധാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ആര് നേതൃത്വത്തിലേക്ക് വരികയോ അല്ലെങ്കിൽ ധിക്കരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, വരാതെ ധിക്കരിച്ചു പോയി കഴിഞ്ഞാൽ ആരവർ ധിക്കരിച്ചിരിക്കുന്നത് അള്ളാഹുവിനെയാണ്. അലൈക്കും ബിൽ ജമാഅത്ത്, നിങ്ങളുടെ മേൽ സംഘടന നിർബന്ധമാവുന്നു. കൂട്ടം തെറ്റിയ ചെന്നായ പോലെ നിങ്ങൾ അത് പിടികൂടപ്പെടും. നിങ്ങൾ സംഘടിത സംവിധാനത്തിലേക്ക് വന്ന് അതിലടിയറച്ചു നിൽക്കുന്നില്ല എങ്കിൽ കൂട്ടം തെറ്റിയ ആട്ടിൻകുട്ടിയെ പോലെ ചെന്നായ പിടിക്കപ്പെടും. നിങ്ങളുടെ സകലവും നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവണം. അതുകൊണ്ട് നിങ്ങൾ ആകെ ഒരു പ്രദേശത്ത്, വിജനമായ പ്രദേശത്ത് 3 പേരെ ഉള്ളുവെങ്കിലും അള്ളാഹുവിന്റെ റസൂൽ പറയാൻ ലാ യഹില്ലു ലി സലാസത്തിൻ യകൂന ബി ഫലാത്തി മിനൽ അർദ് ഇല്ലാ അംറു അലൈഹിം അഹദുഹും. ഒരു വിജന പ്രദേശത്ത് നിങ്ങൾ 3 പേർ മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അവരിൽ ഒരാളെ നേതാവാക്കി ഇസ്ലാമികമായ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ അവർക്ക് പാടില്ലാത്തതാണ്. അതുകൊണ്ട് റസൂൽ ഒറ്റക്കായിട്ടും വിപരീത ദിശയിലായിട്ടും പ്രവാചകൻ അവിടെ സംഘടിത സംവിധാനത്തിൽ പണിയെടുത്ത് അത് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടും വലതു കൈയിൽ സൂര്യനും ഇടതു കൈയിൽ ചന്ദ്രനും വന്നാലും ഈ ആശയത്തിനാണ് ഞാൻ പണിയെടുക്കുള്ളൂ. അബൂജഹലിന്റെയും ഉത്തുബത്തിന്റെയും ശൈബത്തിന്റെയും മദ്യം വിളമ്പുന്ന ആളുകൾക്കൊന്നും വിധേയപ്പെടുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്ന് റസൂല് പറഞ്ഞുകൊണ്ട് അവര് വല്ല കോംപ്രമൈസ് ഉണ്ടാവുന്നുവെങ്കിൽ ഇതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സത്യങ്ങൾ ഉണ്ടാക്കും. ജൂതന്മാരായിട്ടും ക്രിസ്ത്യാനികളായിട്ടും ഒക്കെ പല സത്യങ്ങളും പ്രവാചകൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അള്ളാഹു എന്ന കാരണം അള്ളാഹുവിന് പണിയെടുത്തെങ്കിൽ മാത്രം. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇസ്ലാം അല്ലാത്തൊരു മാർഗവും അള്ളാഹുവിൽ സ്വീകാര്യമല്ല. ആരെങ്കിലും ഇസ്ലാം അല്ലാത്തതിലേക്ക് പറയാം, നമ്മളുടെ പ്രിയപ്പെട്ട റസൂലിന്റെ വാക്കുകളാണ്. ആരെങ്കിലും ഇസ്ലാം അല്ലാത്തതിലേക്കാണ് ജനങ്ങൾ ആഹ്വാനം ചെയ്തതെങ്കിൽ, അള്ളാഹുവിന്റെ ദീനിന് വിപരീതമായ മദ്യം വിളമ്പുന്ന പരിശീലനപാട് നടത്തുന്ന അത്തരം സംഘങ്ങളിലേക്കൊക്കെയാണ് ജനങ്ങൾ ആഹ്വാനം ചെയ്തെങ്കിൽ അവൻ നരകത്തിൽ ചെന്ന് അടിയുന്നവരിൽപ്പെട്ടവരത്രേ. അവൻ നോമ്പനുഷ്ഠിക്കുകയും നമസ്കരിക്കുകയും ഞാൻ മുസ്ലിമാണെന്ന് 1040 വട്ടം ആവർത്തിച്ച് പറഞ്ഞാലും ശരി എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്. അപ്പം എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന്. അതുകൊണ്ട് ഇതൊക്കെ നിസ്സാരന്മാരായ കുറെ ആളുകളാണ്. നമ്മളൊന്നും ഇപ്പൊ അവരുടെ കൂട്ടത്തിൽ കൂടുന്നതിന് അർത്ഥമില്ല. ഇവരുടെ കൂടെയൊക്കെയാണ് ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ ഉയർന്നു നിന്ന് അനുസരിക്കാതിരുന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചും അള്ളാഹുവിന്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് വ്യക്തമായി തന്നെ പറഞ്ഞു, ഇസ്മഉ വ അത്തിഉ, നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കണം. നേതൃത്വത്തെ നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കണം. ഉണങ്ങിയ മുന്തിരി പോലെ ചുളിഞ്ഞ തലയുള്ള ഒരു നീഗ്രോയാണ് നിങ്ങൾക്ക് നേതാവാക്കപ്പെട്ടത്. അള്ളാഹു നിങ്ങൾക്ക് നേതാവാക്കി നിശ്ചയിക്കപ്പെട്ടതെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ഇസ്ലാമിക പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത്, ഇസ്ലാമികമായ സംഘടന സംവിധാനത്തെ ഉയർത്തിപ്പിടിക്കുന്നത് ഒരു കറുത്ത മുഖം ചുളിഞ്ഞ കറുത്ത മൂക്ക് ചപ്പിയ ഒരു കറുത്ത അടിമയാണ് എങ്കിൽ പോലും നിങ്ങൾ അനുസരിച്ചിരിക്കണം. ഇതാണ് അള്ളാഹുവിന്റെ റസൂൽ മുത്തഫഖുൻ അലൈഹി ഹദീസുകൾ നമ്മൾ പറയാം. അതുകൊണ്ട് സഹോദരികളെ 99 ആളെ കൊന്ന് 100ാമത് കൊന്നാലും പുറത്തു തരുന്ന അള്ളാഹുവാണ്. പക്ഷെ അള്ളാഹുവിന് വിധേയപ്പെടണം. അദ്ദേഹം ആ 99 ആളെ കൊന്നവന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം 99 ആളെ കൊന്നപ്പോൾ അയാൾക്ക് മനസ്സിലായി, ഇനിയിപ്പോ ഞാൻ കൊല്ലാൻ പോണ 100ാമത്തെ ആളെയാണ്. അള്ളാഹു എനിക്ക് തൗബണ്ടോ എന്ന് അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ അദ്ദേഹം ആദ്യം കണ്ടത് ഒരു ഭൂരിപക്ഷ പണ്ഡിതനെയാണ്, പുരോഹിതൻ പറഞ്ഞു, ഇത്ര ആളെ കൊന്ന് നീയാണ് കൊലപാതകി, നിന്നൊക്കെ പോലീസിൽ ഏൽപ്പിക്കേണ്ടതുണ്ട് എന്ന കോലത്തിൽ സംസാരിച്ചു. അത് അദ്ദേഹത്തിന് കോപമുണ്ടാക്കി. അദ്ദേഹം അയാളെയും കൂടെ തട്ടിക്കളഞ്ഞു. പക്ഷേ അതിന്റെ മുമ്പ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച, വഴി ചോദിച്ച ആ ചോദ്യം അള്ളാഹുവിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം മുന്നോട്ട് പോയി നല്ലൊരു പണ്ഡിതനെ കാണിച്ചു കൊടുത്തു. ആ പണ്ഡിതൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് 100 ആളല്ല, 1000 10,000 ലക്ഷങ്ങളെ കൊന്നവനാണെങ്കിലും നീ തൗബ ചെയ്യുന്നുവെങ്കിൽ, നീ പാപമോചനത്തിന് വേണ്ടി അള്ളാഹുലേക്ക് മടങ്ങുന്നുവെങ്കിൽ നിനക്ക് പാപമോചനമുണ്ട്. പക്ഷെ 3 നിബന്ധന. ഒന്നെന്താണ്? ഇനിയും ആ തെറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നീ നിൽക്കാൻ പാടില്ല. അത്തരം കൂട്ടായ്മയിലോ സംഘടിത സംവിധാനത്തിലോ നീ നിൽക്കാൻ പാടില്ല. മറിച്ച് അതോടുകൂടി ആ കാര്യത്തിൽ നീ തൗബ ചെയ്യണം, നടക്കണം, അള്ളാഹുവിനോട് പൊറുക്കലിനെ തരണം. എന്നിട്ട് നീ എന്ത് ചെയ്യണം? ഇന്ന സ്ഥലത്ത് തൗബ ചെയ്യണം. 2ാമത്തെ നിബന്ധനയാണ് തൗബ ചെയ്യണം. ആ സംഘത്തിൽ നിന്ന് മാറി തൗബ ചെയ്തിട്ട് ഇന്ന സ്ഥലത്ത് ഇന്ന സംഘമുണ്ട്, ആ സംഘടനയാവാം, പാർട്ടിയാവാം, സംവിധാനങ്ങളാവാം, അവിടേക്ക് നീ പുറപ്പെട്ട് അവിടെ പോയി അണിചേരണം. അദ്ദേഹം ആ പോകുന്ന വഴിയിൽ മരണസമയം വന്നു, മരിച്ചു. പക്ഷെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നാ പ്രവാചകൻ പറഞ്ഞത്. അദ്ദേഹം ആ തീരുമാനം എടുത്താൽ തന്നെ മതി, ഇൻഷാ അല്ലാഹ് എന്റെ പ്രവർത്തനം വഴി ഇസ്ലാം ഇവിടെ വളർന്നു വലുതാവണം, അതിനുവേണ്ടി എന്തൊക്കെ തടസ്സമുണ്ടോ അതൊക്കെ നിൽക്കുന്ന കാര്യത്തിൽ എന്റെ ജോലിയെക്കാളും ഭാര്യയെക്കാളും കുട്ടികളെക്കാളും സംവിധാനങ്ങളെക്കാളും ഞാൻ പ്രാധാന്യം കൊടുക്കും. അതുകൊണ്ട് അല്ലാഹു അക്ബർ, എനിക്ക് ഏറ്റവും വലുത്
അള്ളാഹുവാണ് എന്ന സത്യസന്ധമായി പ്രതിജ്ഞ ചെയ്തുകൊണ്ട് സമർപ്പിതരായി മാറുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും കാര്യങ്ങളെ കൃത്യമായി തന്നെ ഗ്രഹിച്ചുകൊണ്ട് ഏതാണോ സ്വർഗത്തിലെത്തുന്ന യാഥാർത്ഥ്യം സംഘം, ആ സംഘത്തോട് എവിടെയാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും അതിനോടൊപ്പം ചേർന്ന് സ്വർഗം നേടുന്ന മഹാസൗഭാഗ്യവാന്മാരുടെയും സൗഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് ഇന്ത്യ മഹാരാജ്യം ഇപ്പോൾ ഉള്ളത്. പുതിയ തലമുറ നമുക്ക് ലീഡർഷിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ നിർഭയത്വം, യാതൊന്നിനെയും പേടിക്കാതെ ചിരിച്ചുകൊണ്ട് പറ്റില്ലടോ ഇനി എന്ന് പറയുന്ന ഈ കൈച്ചൂണ്ടലിന് പ്രചോദനമായി മാറാൻ എനിക്കെന്ത് ചെയ്യാൻ പറ്റും, അതിന് എനിക്കെന്ത് പങ്കാളിത്തം കിട്ടും. പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി വരെ കേരളത്തിൽ നിന്ന് പുറപ്പെട്ട് കേരളത്തിൽ നിന്നൊക്കെ ജനം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം സന്ദർഭത്തിൽ ഇരുന്ന ഇരിപ്പിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇടപെടാൻ നടത്തിയ കാണാനും കേൾക്കാനും ആവേശഭരിതരാക്കാനും അത് ഫോർവേഡ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്തു എന്ന് അറിയാനും സന്ദർഭോചിതമായി ഇടപെടുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും ചൊവ്വായ വഴി ഈ ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ പൗരൻ, അവിടെ ജാതിയും മതമൊന്നുമില്ല, ഏറ്റവും നേരായ വഴി രക്ഷപ്പെടുന്നു. ഈ ലോകത്തും രക്ഷപ്പെടണം, നാളെ പരലോകത്തും രക്ഷപ്പെടണം. അതുകൊണ്ട് അങ്ങനെ ഒരു വഴി അവരുടെ മുമ്പിലൊക്കെ സമർപ്പിച്ചുകൊണ്ട് രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു എല്ലാ അർത്ഥത്തിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم فاجعل الجنة مأواهم. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. توفنا مسلمين والحقنا بالصالحين. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين.